തന്നെ പൂട്ടാൻ കച്ചകെട്ടി ഇറങ്ങിയ CPM-ന് മുന്നിലേക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഴുവൻ കോൺഗ്രസുകാരെയും അണിനിരത്തിക്കൊണ്ട് കേരളത്തിലുടനീളം പ്രതിഷേധം നടത്തുകയാണ് അദ്ദേഹം. അവിടെ കണക്കുകൾ ഒന്നൊന്നായി എണ്ണിച്ചോദിച്ച് ഉത്തരം മുട്ടിക്കുകയാണ്. CPM-ന്റെ അഹങ്കാര രാഷ്ട്രീയത്തിന് മുന്നിൽ ഇനി മൗനം പാലിക്കാൻ താൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ PM ശ്രീ കൂടെ ആയപ്പോൾ മുഖ്യമന്ത്രിയുടെ സകല മനവും ഇടിഞ്ഞു വീണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് സർക്കാരിന്റെ കടുത്ത അപമാനമാണെന്നും ഇതിലും നല്ലത് ഈ പണി നിർത്തി പോകുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവാം. ആശുപത്രികളിൽ മരുന്നില്ല. കാരണം മരുന്ന് മേടിക്കുന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആയിരക്കണക്കിന് കോടി രൂപയാണ് മരുന്ന് വിതരണ കമ്പനികൾ കൊടുക്കാനുള്ളത്. അപ്പൊ മന്ത്രി പറയും ശസ്ത്രക്രിയ തുടങ്ങി, ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ചെയ്യുന്ന കമ്പനികൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് പൈസ തന്നില്ലെങ്കിൽ സാധനങ്ങൾ മുഴുവൻ അവർ എടുത്തുകൊണ്ട് പോവാണ്. ആശുപത്രിയിൽ വിതരണം ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ കത്രിക മേടിക്കണം, നൂല് മേടിക്കണം, സൂചി മേടിക്കണം, മരുന്ന് മേടിക്കണം. ആലപ്പുഴയിൽ ചെന്നപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരാളോട് എൻ്റെ സ്നേഹിതനാണ് പറഞ്ഞു, പഞ്ഞിയും കൂടി മേടിച്ചോണ്ടല്ലോ, ഇവിടെ പഞ്ഞിയില്ല മെഡിക്കൽ കോളേജിൽ. ആ സ്ഥിതിയിലാക്കി കേരളത്തിലെ ആശുപത്രികളെ മുഴുവൻ. കേരളത്തിലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. എന്താ വൈദ്യുതി ബോർഡിന്റെ സ്ഥിതി? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി. ശിവകുമാർ മന്ത്രിസഭയിൽ അംഗമാണ്. ലാഭത്തിലാക്കി. അതുവരെയുള്ള കടം കുറച്ചു കൊണ്ടുവന്നു. 1000 കോടി രൂപ മാത്രമാണ് 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് വരുമ്പോൾ ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം ഇപ്പൊ എത്രയാണെന്നറിയാമോ? 9.5 കൊല്ലം കൊണ്ട് 50,000 കോടി. അത്രേ പറ്റുള്ളൂ. 50,000 കോടിയാണ് കടം. നിങ്ങൾ ചിരിക്കണ്ട. 6 മാസം കൂടുമ്പോ വൈദ്യുതി ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ച് ദിവസം സമാധാനം ഉണ്ടാവും. ഇലക്ഷൻ ആയതുകൊണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ അതിന്റെ കൂടി കൂട്ടാൻ വേണ്ടി ഇരിക്കുക. വരാത്തോണ്ട് രക്ഷപ്പെട്ട് തിരിച്ച് അധികാരത്തിലേ. ഇല്ലെങ്കിൽ അതും കൂട്ടും. വൈദ്യുതി ബോർഡ് തകരാറിലാക്കി. എന്താ കാര്യം എന്നറിയാം? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 കൊല്ലത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കണം കേരളത്തിന്. 25 കൊല്ലത്തേക്കുള്ള എഗ്രിമെന്റ്. 4 രൂപ 29 പൈസ ഒരു യൂണിറ്റിന്. ആ ഗവൺമെന്റ് വാങ്ങിച്ചു. ഈ ഗവൺമെന്റ് വന്നിട്ട് 7 കൊല്ലം മേടിച്ചു. 8ാമത്തെ കൊല്ലമായപ്പോ ഒരു ഭൂതോദയം. എന്താ അറിയാം? ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഈ എഗ്രിമെന്റിൽ 8 കൊല്ലം മുമ്പ് നടന്ന എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തു. ഞങ്ങളൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചപ്പോ പറഞ്ഞു 4 രൂപ 29 പൈസക്ക് യൂണിറ്റിന് കൊടുത്തത് അഴിമതിയാണെങ്കിൽ ഒരു 10 പൈസ ഇവര് കുറയ്ക്കട്ടെ. ഈ 10 പൈസ വേണ്ട, 1 പൈസ കുറച്ചാൽ മതി. കുറച്ച് വൈദ്യുതി കൊടുക്കട്ടെ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാന്ന്. 4 രൂപ 29 പൈസക്ക് കിട്ടിയിരുന്ന വൈദ്യുതിയുടെ കരാർ റദ്ദാക്കി. ഇവർ എത്ര രൂപയ്ക്കാ വൈദ്യുതി മേടിച്ചെന്നറിയാം? 8 രൂപയ്ക്കും 12 രൂപയ്ക്കും 14 രൂപയ്ക്കും. 2 ഇരട്ടിയും 3 ഇരട്ടിയും ഏകദേശം 4 ഇരട്ടിയോളം തുകയ്ക്ക് വൈദ്യുതി മേടിച്ചു. എന്താ കാര്യം? അദാനിയുടെ കമ്പനി വൈദ്യുതി വിൽക്കാൻ വന്നു. അപ്പോഴാണ് 8 കൊല്ലം മുമ്പുള്ള കരാർ റദ്ദാക്കി. വലിയ നഷ്ടമൊന്നുമില്ല. ഒരു ദിവസം 25 കോടി രൂപ നഷ്ടമുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പൊ ഒരു കൊല്ലമാകുമ്പോ എത്രയും? ആ നഷ്ടം അഴിമതി നടത്താൻ വേണ്ടി ആ വൈദ്യുതി കരാർ റദ്ദാക്കി 50,000 കോടി രൂപയുടെ കടത്തിലേക്ക് കൂപ്പുകുത്തി. ജനങ്ങളെ ദ്രോഹിക്കുകയാണ് ഇവര്. ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. KSRTCയുടെ സ്ഥിതി അറിയാം, സപ്ലൈകോയുടെ സ്ഥിതി അറിയാം, വൈദ്യുതി ബോർഡിന്റെ സ്ഥിതി അറിയാം. ഇതെല്ലാം തകരാറിലാക്കി വെച്ചിരിക്കുന്നു. മലയോരത്ത് ജനങ്ങളെ മുഴുവൻ വന്യമൃഗങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നു, വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. തീരപ്രദേശത്ത് അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തല്ല 2000 കോടി രൂപയുടെ പദ്ധതി, 5000 കോടി രൂപയുടെ പദ്ധതി. ഞാൻ ഇന്നാളെ എടുത്തു നോക്കിയപ്പോൾ മൊത്തം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തീരപ്രദേശത്ത് 12,000 കോടി രൂപയുടെ പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തോമസ് ഐസക് തുടങ്ങിയതാ. ഞങ്ങൾ എഴുതി ചോദിച്ച അസംബ്ലിയിൽ എത്ര രൂപയുടെ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. എന്താ മറുപടി എന്നറിയാം? വട്ടപൂജ്യം. 12,000 കോടി രൂപയുടെ പദ്ധതി വിവിധ ബജറ്റുകളിലൂടെ പ്രഖ്യാപിച്ചിട്ട് കേരളത്തിൽ 1 രൂപയുടെ പദ്ധതി ഈ തീരപ്രദേശത്തെ പാവങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടില്ല. അവരെ വഞ്ചിച്ച സർക്കാരാണിത്. മലയോരത്തെ കർഷകരെ, ഈ കാർഷിക മേഖല എന്താ സ്ഥിതി? നെല്ല് സംഭരിച്ച കാശ് കൊടുക്കുക ഇല്ല. നാളികേര സംഭരണം നടക്കുന്നില്ല കേരളത്തിൽ. റബ്ബറിന് 250 രൂപ ആക്കാന്ന് പറഞ്ഞു. ആക്കിയോ?
കാർഷിക മേഖല മുഴുവൻ തകർന്നു തരിപ്പണമായി നിൽക്കുകയാണ്. ആരും അന്വേഷിക്കാനില്ല. ഖജനാവിന്റെ സ്ഥിതി എന്താ? ഖജനാവിൽ പൂച്ച വെറ്റിടക്കുക. പൂച്ച വരുന്ന എവിടെയാണെന്നറിയാലോ? ആരും വരാത്ത സ്ഥലത്ത്, ഒരു ശല്യമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് പൂച്ച പ്രസവിക്കുള്ളൂ. കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും സേഫായ സ്ഥലം ഏതാ? കേരളത്തിന്റെ ഖജനാവ്. അത് കാലിയാക്കിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ എന്താണ്? കേന്ദ്രത്തിനെതിരായി എന്ത് പ്രസംഗമായിരുന്നു. ഡൽഹിയിൽ പോയി പ്രസംഗിക്കുക അല്ലേ? പക്ഷെ ഈ 10-ാം തീയതി, ഈ കഴിഞ്ഞ മാസം 10-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി ഒരു പോക്ക് പോയി ഡൽഹിയിൽ. പ്രധാനമന്ത്രിയെ കണ്ടു. അതിന്റെ തലേ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടു. വീട്ടിൽ, ഔദ്യോഗിക വസതി വീട്ടിൽ കണ്ടു. 16-ാം തീയതി ഇതുവരെ ഒപ്പിടില്ല എന്ന് പറഞ്ഞ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു. ആരോടും പറഞ്ഞില്ല. ആ ബേബി MA ബേബി പോലും അറിഞ്ഞില്ല. ഡൽഹി പോളിറ്റ് ബ്യൂറോ ബേബിയാണെന്ന് വിചാരിച്ചു, പറയണ്ടെന്ന് വിചാരിച്ചു. കൊച്ചല്ലേ? ആ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ? നടക്കൂല, സമ്മതിക്കില്ലായിരുന്നു. ഇതാണ് എനിക്കറിയാം, നമ്മുടെ സുഹൃത്തല്ലേ, പാവം അറിഞ്ഞില്ലെന്ന്. പുള്ളിയെ കുറ്റപ്പെടുത്താൻ എങ്ങനെയാ? പുള്ളിയെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തോട് പറഞ്ഞില്ല, പോളിറ്റ് ബ്യൂറോയോട് പറഞ്ഞില്ല, ഇവിടുത്തെ സെക്രട്ടറിയോട് പറഞ്ഞില്ല, ഗോവിന്ദനും അറിഞ്ഞിട്ടില്ല. ചുമ്മാ പറയണേ, അറിയാന്നുള്ള മറ്റു പറയാം, അറിഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് 22-ാം തീയതി മന്ത്രിസഭയിൽ വന്നിരിക്കുക. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി കണ്ടോളണം. അപ്പൊ മന്ത്രി K രാജൻ 4 മന്ത്രിമാരെ പ്രതിനിധാനം ചെയ്ത് CPIയുടെ നേതാവ് രൂക്ഷമായി പറയുകയാണ് മന്ത്രിസഭയിൽ, ഇതിലൊപ്പിടരുത്, ഒപ്പിടാൻ പാടില്ല. മിണ്ടിക്കൊടുത്തില്ല. ഒപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി. സമ്മതിക്കണ്ടേ? ഒപ്പിട്ടിട്ട് വന്നിരിക്കുക മുഖ്യമന്ത്രി. ഇങ്ങനെ താടിയിൽ കയ്യും വെച്ചിരുന്നു ഒപ്പിട്ടിട്ട് വന്നിരിക്കുക. ഗോവിന്ദനോട് ചോദിച്ചപ്പോ ഗോവിന്ദൻ ഏത് CPI? എനിക്ക് ബിനോയ് വിശ്വത്തോട് പറയാനുള്ളത്, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നാണം കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. അതിൻ്റെ അകത്ത് നാണം കെട്ട് എന്തൊരു നാണക്കേടാണ്. രാജൻ വീറോടുകൂടി വാദിക്കുമ്പോ മുഖ്യമന്ത്രി മിണ്ടായിരിക്കുക. 16-ാം തീയതി ഒപ്പിട്ടു, 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ മിണ്ടിയില്ല. എന്നിട്ട് അതിൻ്റെ അകത്തിരിക്കും ഏത് CPI എന്ന് ചോദിക്കാം. ഇതാണ് സ്ഥിതി. ഇത് ആരും അറിഞ്ഞിട്ടില്ല. പാർട്ടി അറിഞ്ഞിട്ടില്ല, മുന്നണി അറിഞ്ഞിട്ടില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല, പോളിറ്റ് ബ്യൂറോ അറിഞ്ഞിട്ടില്ല, ബേബി അറിഞ്ഞിട്ടില്ല, കുഞ്ഞറിഞ്ഞില്ല. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ, എന്ത് ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ അമിത്ഷാ അങ്ങയുടെ മീതെ നടത്തിയത്? ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതൊന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറഞ്ഞാൽ മതി. കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, കേരളത്തിലെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഒപ്പിട്ടെന്ന് പറയുന്നത്. ഏത് കുട്ടികളെ രക്ഷിക്കാനാന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായല്ല? ആരുടെ കുട്ടികളെ രക്ഷിക്കാനാണ് എന്ന് മാത്രം മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി. അപ്പൊ ക്ലിയർ ആവും, കാര്യങ്ങൾ ക്ലിയർ ആവും, ഒരു പ്രശ്നമില്ല. എന്തായിരുന്നു ഈ 26-ലെ തോൽവി? ആദ്യം തിരിച്ചറിഞ്ഞത് അവര് തന്നെയാണ്. അതിന്റെ വിഭ്രാന്തിയാണ് ഇപ്പൊ കാണിക്കുന്നത്, മുഴുവൻ വിഭ്രാന്തി. ദൈവമേ, ശബരിമലയിലേക്ക് ഒരു പോക്ക് പോയി പിണറായി വിജയൻ. ആഗോള അയ്യപ്പ സംഗമം, എന്തൊരു ഭക്തിയായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കോൾമയിൽ കൊണ്ടുപോയി ആ ഭക്തി കണ്ടിട്ട്. എന്നിട്ട് നമ്മളോട് പറയാണ്, ഭക്തരായ നമ്മളോട്, ശബരിമല പോണ നമ്മളോട് പറയാം, തത്വമസി, അത് നീ തന്നെയാകുന്നു എന്ന് പറയാ. ഞാൻ പിന്നെ തമാശ പറഞ്ഞു, ഈ എഴുതി കൊടുത്ത ആൾക്കും അറിയില്ല, വായിച്ച പുള്ളിക്കും അറിയില്ല. ശബരിമല പോയാലല്ലേ അറിയുള്ളൂ. ഞാൻ ഇന്നലെ പന്തളത്ത് വെച്ച് പറഞ്ഞു, ഈ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ഭക്തജനങ്ങൾ വരും ശബരിമലയിൽ. ഇത് കയറാൻ കഠിനമാണല്ലോ. അവര് പണ്ടുണ്ടാക്കിയ ഒരു ശരണം വിളിയാണ് ഇത് കയറാൻ. അതായത് കല്ലും മുള്ളുമാണ് ശബരിമലയിലേക്കുള്ള പാത മുഴുവൻ. കല്ലും മുള്ളും കാലുക്കും എത്ത. അതായത് അയ്യപ്പന്റെ അനുഗ്രഹം ഉള്ളിൽ നിറയുമ്പോൾ നമുക്ക് കല്ലും മുള്ളും കൊണ്ട് കാല് കീറിപ്പോവില്ലേ? കല്ലും മുള്ളും നമുക്ക് അറിയില്ല. നമ്മൾ ഭക്തി നിറയുമ്പോ നമ്മുടെ മെത്തയായി, നമ്മുടെ കാലിന് മെത്തയായി കല്ലും മുള്ളും മാറും. അതൊരു എന്താ പറയുക, വിശ്വാസം കൊണ്ടുള്ള ശരണം വിളിയാണ്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത ആൾക്ക് തെറ്റുപറ്റിയതാണോ, മുഖ്യമന്ത്രി വായിച്ചപ്പോ തെറ്റാണെന്നറിയില്ല. മുഖ്യമന്ത്രി എന്താ പറയുക, കല്ലും മുള്ളും കാലി കുത്താന്ന്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് ഏത് കുത്താണ്? കാലിക്കുത്ത. ഈ അയ്യപ്പനെ പറ്റിക്കാൻ പോയതാ. അയ്യപ്പനെ അറിയാൻ പാടില്ലാണ്ടാണ് പിണറായി വിജയൻ.
അവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് അയ്യപ്പൻ ഒരു പണി കൊടുത്തു. എന്താണ് എന്താ സ്ഥിതി? ശബരിമലയിലെ എന്താ പത്രത്തിൽ വന്നെന്താ നൊബേൽ സമ്മാനം കൊടുക്കേണ്ട സർക്കാരാണ്. എന്താ സ്വർണം ചെമ്പാക്കി മാറ്റിയ രസതന്ത്രം കണ്ടുപിടിച്ചാണ്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനമാണ് പിണറായി വിജയന് കൊടുക്കേണ്ടത് സർക്കാരിന്. സ്വർണം ചെമ്പാക്കി മാറ്റി. ഇപ്പൊ കണ്ടുപിടിച്ച് വന്നപ്പോഴെന്താ 2019 അയ്യപ്പന്റെ നേരത്തെ 20 കൊല്ലം മുമ്പ് 30 കിലോ സ്വർണം കൊടുത്താണ് അവിടെ. അത് കഥകിൽ പൂശി, കട്ട്ളയിൽ പൂശി, ദ്വാരപാലക വിഗ്രഹത്തിൽ പൂശി. ദ്വാരപാലക വിഗ്രഹം അവിടെ നിന്ന് എടുത്തു. മദ്രാസിൽ എത്താൻ വേണ്ടിയിട്ട് ഒറിജിനൽ അല്ല എത്തിയത്. 40 ദിവസം പിടിച്ചു. ഇവിടുന്ന് ചെന്നൈയിൽ എത്താൻ ഭയങ്കര പാടാണ് സാധനം. അതിന്റെ ഇടയിൽ വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പുപാളി. അതാണ് ചെന്നൈയിൽ എത്തിച്ചത്. ഇതെന്ത് ചെയ്തു? ഒറിജിനൽ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു.